എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ SCRT റിവിഷൻ സീരീസ് ആണ്. നമ്മൾ ദിവസവും 10 ചോദ്യം SCRT ബേസ് ചെയ്തുകൊണ്ട് LDC സിലബസ് പ്രകാരമുള്ള 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ യൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ആരുടെ വരികളാണ് എന്നാണ് ചോദ്യം. ഉത്തരം കുമാരനാശാൻ്റെ വരികളാണ്. കുമാരനാശാൻ അന്നത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുകൊണ്ട് എഴുതിയ വരികളാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ യൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്നുള്ള വരികൾ ആരുടേതാണ്? കുമാരനാശാൻ്റെ വരികളാണ്. അന്നത്തെ ജാതി വ്യവസ്ഥയെപ്പറ്റി കുമാരനാശാൻ എഴുതിയ വരികളാണ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിച്ചുകൊണ്ട് വ്യക്തിയെ തിരിച്ചറിയാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ചു. 2, മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. 3, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. 4, സമത്വ സമാജം സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ചു, മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, സമത്വ സമാജം സ്ഥാപിച്ചു. ഉത്തരം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണെന്ത്? കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അതുപോലെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്നും തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്നും വിശേഷിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. താഴെ തന്നിരിക്കുന്നതിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മുൻ ചോദ്യത്തിൽ നമ്മൾ കുറച്ച് പോയിന്റ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവിടെ 4 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്ന് ചോദ്യം. ചാന്നാർ ലഹളക്ക് പ്രചോദനമായി. അത് കറക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മേൽമുണ്ട് നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി എന്ന് പറഞ്ഞു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും വിളിച്ചു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ പോയിന്റാണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. ഇതാണെന്ത്? ഇതിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥവും പ്രാചീന മലയാളം എന്നുള്ള ഗ്രന്ഥവും രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ഇതിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധമില്ലാത്ത ഒരേ ഒരു പ്രസ്താവന ഈ അവസാനത്തെ പ്രസ്താവനയാണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു എന്നുള്ള പ്രസ്താവനയാണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ബാക്കിയുള്ള ചാന്നാർ ലഹളക്ക് പ്രചോദനമായതും വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും വിശേഷിപ്പിച്ചതൊക്കെ വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. ഇനി ചോദ്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അയ്യപ്പൻ എന്നത് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ നാമമാണ്? അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമമാണെന്ത്? അയ്യപ്പൻ എന്നുള്ളത്. അപ്പം അയ്യപ്പൻ എന്നത് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ നാമമാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഈ ചട്ടമ്പി എന്ന് പേര് വരാൻ കാരണം എന്താണ്? ചട്ടം നടപ്പാക്കുന്നവൻ, അല്ലെങ്കിൽ പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ക്ലാസ് ലീഡർ അല്ലെങ്കിൽ ചട്ടം നടപ്പാക്കുന്നവൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചട്ടമ്പി എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. ഇനി ഓപ്ഷനിൽ എ ഏതാണ്? പന്മന എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലമാണ്. ശാസ്താംകോയിൽ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്.
വൈകുണ്ഠ സ്വാമികൾ ജനിച്ച സ്ഥലമാണെന്ത്? ശാസ്താംകോയിൽ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണെന്ത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയാണ്. കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ കണ്ണൻമൂലക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശവശരീരം കെട്ടിത്തൂക്കി. ആ കെട്ടിത്തൂക്കിയ സ്ഥലവും എന്താണ്? കണ്ണൻമൂലയാണ്. അപ്പോൾ കണ്ണൻമൂലയിലാണ് വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത്. അപ്പോൾ കണ്ണൻമൂലക്ക് രണ്ട് ചരിത്ര സംഭവങ്ങളുമായി ബന്ധമുണ്ട്. വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയ സ്ഥലവും ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലവും തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് പന്മന. ജനിച്ചത് കണ്ണൻമൂലയാണെങ്കിൽ സമാധിയായ സ്ഥലം പന്മനയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മനയാണ്. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നീ കൃതികൾ ആരുടേതാണ്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നീ കൃതികൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണെന്ത്? പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും. അപ്പോൾ നമ്മൾ നേരത്തെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നേ എന്നുള്ളൂ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. പ്രാചീന മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്നുള്ള വാക്കുകൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണെന്ത്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്നുള്ളത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നിങ്ങനെയൊക്കെ പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഈ വാക്കുകളൊക്കെ പറഞ്ഞതാരാണ്? അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഈ സന്ദേശങ്ങൾ നൽകിയ വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുദേവനാണ് ഇങ്ങനെ പറഞ്ഞത്. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത ആലുവയിലെ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ച പ്രശസ്തമായ വാക്കുകൾ താഴെ തന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പം അതിൻ്റെ കവാടത്തിൽ വളരെ പ്രശസ്തമായ ഒരു വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ വാക്കുകൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. അതുകൂടി ഉണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. അപ്പം ഇങ്ങനെ പറഞ്ഞതാരാണ്? ഇത് ആരുടെ സന്ദേശമാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശമാണ്. പക്ഷേ ഇത് എവിടെയാണ് എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ ആലുവയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ എഴുതി വെച്ച വളരെ പ്രശസ്തമായ വാക്കുകളായിരുന്നു എന്ത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്നുള്ള ഈ ഒരു വളരെ പ്രശസ്തമായ വാക്കുകൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നും ഗുരുദേവൻ പറഞ്ഞതാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതും ഗുരുദേവനാണ്. ഇവ കൂടാതെ വേറെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്ത്? ഇനി നമുക്ക് വേണ്ടത് അമ്പലങ്ങളല്ല വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങളാവണം നമ്മുടെ അമ്പലങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതായത് ഇനി അമ്പലങ്ങളല്ല നിർമ്മിക്കേണ്ടത്, വിദ്യാലയങ്ങളാണ് നിർമ്മിക്കേണ്ടത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തമായി പറഞ്ഞ വാക്കുകൾ ഒക്കെ SCRTയിലുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ റിപ്പീറ്റഡ് പലതവണ ചോദിച്ച ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ മറ്റൊരു 10 ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 10 ചോദ്യം വെച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മളെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോളായിട്ട് ഇടുന്ന ചോദ്യമാണ്. ആ ചോദ്യം തന്നെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബയോയിൽ പോയി ലിങ്കിലൂടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്വിസ് അറ്റൻഡ് ചെയ്യുക.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.